ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഈ വീഡിയോ എൻ്റെ ഫോണിൽ കിടന്ന് കാണാൻ നമ്മൾ 2-3 ദിവസമായി. ഞാൻ എടുത്തിടാൻ മറന്നുപോയി കാര്യം. നമ്മൾ വീണ്ടും ഒരു ദിവസം ചേട്ടൻ്റെ വീട്ടിൽ പോയപ്പോൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ. അത് നമ്മൾ തേനീച്ചയുടെ കൂട്ടിൽ നിന്ന് തേനെടുക്കാൻ പോയായിരുന്നു. അതാണ് ഈ വീഡിയോയിൽ. മുതുക് കണ്ട ഞാൻ വീഡിയോ എടുക്കണം കണ്ട അങ്ങേരെ ഞാൻ എടുക്കുമെന്നും പറഞ്ഞ് എന്നെ തള്ളി ഇട്ടിട്ട് കൊണ്ടുപോയിന്. ഇവിടെ നിന്ന് നടന്നൊക്കെ പോകണം. ഇത് റബ്ബർ ഷീറ്റ് അടിക്കുന്ന പോരെ, അതൊക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകണം നടന്ന്. ഈ പുല്ലിൻ്റെ ഇടയിൽ കൂടെ പോച്ചയുടെ ഇടയിൽ കൂടെ വേണം അങ്ങ് എത്താൻ. ഇതാണ് ഇത് എന്തൊരു ചക്ക കേട്ടാ, അനീ ചക്കേ ഇതാണ് മാമിയുടെ വീട്. നമ്മൾ ഈ പൊത്തിന്ന് തേനെടുക്കാനാണ് വന്നത്. തേനെടുക്കാൻ ആൾ വന്നില്ല. അപ്പോൾ ആൾ വരുമ്പോഴത്തേക്കും പോയിട്ട് വരാം. ടാറ്റ. ആ ഊട്ടയിൽ കാക്കരിക്കണ ഊട്ടമുണ്ട്. തേനീച്ച പറക്കണ ഫോണിൽ കൂടെ കാണാനില്ലടേ. ഇത് വീടിൻ്റെ പിറകിൽ കൂടെ ഉള്ള വഴിയാണ് കേട്ടോ. ഈ തേനെടുക്കാൻ ആടില്ലാത്തതുകൊണ്ട് നമ്മൾ തിരിച്ച് വീട്ടിൽ പോയി. വീട്ടിൽ പോയപ്പം കരിക്കിരിക്കുന്നു. കരിക്ക് വെട്ടി കുടിച്ച് ഭയങ്കര വെയിലല്ലേ. വെയിൽ കാരണം വെള്ളമെല്ലാം ഒരുമാതിരി ഇരിക്കുന്നു. ലൈറ്റ് അടിച്ച് കരിക്കം വെട്ടി കുടിച്ചിട്ട് നേരെ ടി വിയാണ് റൂമിലോട്ട് ചെന്ന്. ഈ കാണുന്ന സിനിമ ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. ഈ കമന്റ് നിനക്കറിയില്ലേ, എന്റെ ഇഷ്ടത്തിന് വഴങ്ങുന്ന ശരീരം പോലും എനിക്കില്ല. പിന്നെ ഒരുപാട് കാരണങ്ങൾ. ഇന്ന് ഈ ദേഹത്ത് ജീവൻ തുടിക്കുന്നുണ്ടെങ്കിൽ അത് മരുന്നിന്റെ മന്ത്രത്തിന്റെ അല്ല, ആ കുട്ടിയുടെ പ്രാർത്ഥനയുടെ സാമീപ്യത്തിന്റെ ഫല. എന്റെ മൂത്ത് നോക്കി പറയും, നീലാകണൻ ഭാനുമതിയില്ലാതെ പൂർണ്ണതയുണ്ടോ? അവരവിടെ നീലകണ്ഠനും ഭാനുമതിയും പൂർണ്ണതയൊക്കെ ആയിട്ട് അവിടെ അങ്ങ് കളിച്ചിരിച്ചിരിക്കട്ടെ. നമുക്കിവിടെ തൊട്ടിലും കെട്ടി നമ്മുടെ ബേബിനെ ഉറക്കാം. സിയക്കുട്ടി നല്ല ഉറക്കമായി കേട്ടോ. കട്ടിൽ കിടത്തി ആൾ ഉറങ്ങത്തില്ല. പിന്നെ എണീറ്റ് ബഹളായി കരച്ചിലായി വിളിയായി. തൊട്ടിലാണെങ്കിൽ ആൾ കിടന്നോളൂ, ഒരു പ്രശ്നമില്ലാതെ. ഇവിടെ ദാ ആൾ വന്നിട്ടുണ്ട്, മാമി വന്ന് വീട്ടിൽ. അപ്പം തേനെടുക്കാൻ വേണ്ടി ഇറങ്ങി വന്നത്. വൈകുന്നേരം ആയതിപ്പം. ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ വന്നത്. ചേട്ടൻ താണ്ടേ എന്തൊക്കെ വെച്ചേക്കണം, ഹെൽമെറ്റ്, റെയിൻകോട്ട്, ഏണി, ഇതൊക്കെ കൊണ്ടാണ് പോകുന്നത്. തേൻ കിട്ടുമോ എന്നൊക്കെ കാണാൻ അവസാനം വരെ കണ്ടു നോക്കണേ. തേൻ കിട്ടിയോ, തേനീച്ചയുടെ കുത്ത് കിട്ടിയോ, എന്തിനാണ് അവസ്ഥയും. അച്ഛനാണ് പിറകെ പോണത്. ഇത്തിള് വലിഞ്ഞേറും പോലെ കയറി പോണത് മൊത്തം തേനീച്ചയുടെ കുത്ത് കിട്ടാനായിട്ടാണ് പോണത്. പോയി കയറി കൊടുക്കുകയാണ്. അവിടെ മൊത്തം മരത്തിൻ്റെ ചില്ല നിൽക്കുന്നതുകൊണ്ട് എനിക്കൊന്നും കാണാൻ വയ്യായിരുന്നു. അച്ഛനവിടെ താഴെ ഏണിയും പിടിച്ചൊക്കെ നിൽപ്പുണ്ടായിരുന്നു. എന്തൊക്കെ ഇവിടെ നിന്ന് എന്തൊക്കെയോ ആജ്ഞാപനമല്ലല്ലോ കൈസ്, എന്തിനാണ് നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. എന്തരാവുന്ന എന്തോ പുകയൊക്കെ വരുന്നുണ്ട്. ഇത് ചന്ദനത്തിരിയാണോ തൊണ്ട, രണ്ടും കൊണ്ടുവരുന്നു കേട്ടാ. അപ്പം ഏതാ കത്തിച്ച് ആ ഇലയുടെ ഇടയിൽ കൂടെ പുകയൊക്കെ പോണത് നിങ്ങൾക്ക് കാണത്തുണ്ടോ എന്തോ. ഞാൻ കാണുന്നുണ്ട്, നിങ്ങളും കാണുന്നുണ്ടായിരിക്കണം. അവിടെ ഇലയൊക്കെ കിടന്ന് കുലുങ്ങണത് കണ്ട. ഈ വീഡിയോ 5-6 മിനിറ്റേ ഉള്ളെങ്കിൽ നമ്മൾ തോനെ നേരം എടുത്തു കേട്ടോ. ഇത് അവിടെ മൊത്തം പുകച്ച് മഞ്ഞിറങ്ങിയതാണ് കേട്ടോ. കോടയല്ല, ചിരട്ടയുടെ എന്തിനാണ് പുക. തൊണ്ട് കത്തിച്ചതാണ് ആ പുകയുന്നത്. മഞ്ഞിറങ്ങിയാണ് അവിടെ മൊത്തവും പുകയാക്കി. ഇഷ്ടംപോലെ നേരം എടുത്തിട്ടാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. പക്ഷേ ഈ വീഡിയോ 5-6 മിനിറ്റൊക്കെ കാണുള്ളൂ. പക്ഷേ തോനെ നേരം എടുത്തു. കുറേ നേരമൊക്കെ ടൈം ലൂപ്പൊക്കെ ഇട്ട് വെച്ചാണ് വീഡിയോ എടുത്ത് വെച്ചത്. അങ്ങനെ അത് സാഹസികമായി തേനെടുക്കാൻ കയറി എൻ്റെ ചേട്ടൻ തോറ്റു പിന്മാറി. പണ്ടാരം അടങ്ങി ദാണ്ട് തിരിച്ചിറങ്ങി വരുന്നുണ്ട്. ഹെൽമെറ്റൊക്കെ ഊരി കയ്യിൽ പിടിച്ചേക്കാണ്. കയ്യിൽ തീ കത്തിയെന്നാണ് തോന്നുന്നത്. ചിരട്ടയാണ് ആ അയ്യത്തോട്ടടുത്ത് എറിഞ്ഞത്. തീ അതോ പോണു. ആ ചിരട്ട കിടന്ന് പോകുന്നു. കൊത്ത് കിട്ടിയാ എന്തോ വിയർത്ത്. കയ്യിൽ തേൻ പറ്റിയതാണ് കേട്ടോ. തേനാണ് തിന്നുന്നത്, തീ എത്തിയതല്ലായിരുന്നു. ആ തേനെടുക്കാൻ പറ്റാത്തതിന് ഓരോരോ കാരണങ്ങൾ പറയുന്നു. കൊത്ത് അങ്ങനെ ഇരുന്ന് തേനീച്ച, ഇങ്ങനെ ഇരുന്ന് തേൻ, അവിടെ ഇരുന്ന് ഇവിടെ ഇരുന്ന് ഓരോ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കൈ എന്തൊരു പറ്റി ചേട്ടാ? വേദനയുണ്ട്? ഇല്ല, സുഖം. നീരൊന്നും വന്നില്ല. തേൻ കിട്ടി എന്നിട്ട് അതെന്റെ ഉള്ളില മരം പോയിക്കണം. അപ്പൊ ചേട്ടൻ ഈ പറഞ്ഞത് ഞാൻ പറയിച്ചതായിട്ടൊന്നും തോന്നിയില്ലല്ലോ അല്ലേ. അപ്പൊ തേനൊന്നും കിട്ടിയില്ല. തേനീച്ചയുടെ കുത്തും വാങ്ങി തിരിച്ച് വീട്ടിൽ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റ, ബൈ ബൈ, സീ യു.